തുഷാര, കാശി വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നതും തുമ്പി വിളക്കിനെന്ന് ചിരിച്ചു കാണിച്ചു. ഇത് സത്യമാണോ? കാശിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ തല നന്നായി ഒന്ന് കുലുക്കി. മോളെയും കുട്ടി റൂമിലേക്ക് പൊക്കോ കാശി. ഏയ്, അതൊന്നും വേണ്ട, ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി. അമ്മായി നിറഞ്ഞ മനസ്സോടെ വിളിച്ചു പറഞ്ഞു കേട്ടതും തുമ്പി വേഗത്തിൽ മറുപടി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അവളെ ഒന്ന് സംശയത്തോടെ നോക്കി. എങ്ങനെ ഇത്? നീ പിൽസ് കഴിക്കാറുള്ളതല്ലേ? കാശി അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ ചോദിച്ച കേട്ടതും ആദ്യം അതേന്നും പിന്നെ ഇല്ലെന്നും അവൾ തലയാട്ടി. സോറി കാശിയേട്ടാ, ഞാൻ കഴിക്കാറില്ല. തുമ്പി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും കാശി നെറ്റിയിരുന്ന് അമർത്തി തടവി. എന്താ മോളെ, എന്താ കാര്യം? അത്രയും നേരം അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടെന്ന രവിശങ്കർ സംശയത്തോടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതച്ചാ, തുമ്പി എന്ന് പതറിക്കൊണ്ട് അയാളെ നോക്കി. ഇപ്പം തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ടെന്നൊരു തീരുമാനം എടുത്തതായിരുന്നു ഞങ്ങൾ. അതിന് പിൽസും കഴിക്കുന്നുണ്ടായിരുന്നു ഇവൾ. പിന്നെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചതാ ഞാൻ. കാശി തുമ്പിയെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും രവിശങ്കറും അവളെ ചോദ്യത്തോടെ നോക്കി. അതിന് ഇത് കാശിയേട്ടൻ്റെ കുഞ്ഞൊന്നുമല്ല തുഷാര. തുമ്പി വേഗത്തിൽ വിളിച്ചു പറഞ്ഞു കേട്ടതും കാശി ദേഷ്യത്തോടെ അവളെ ദഹിപ്പിക്കുന്ന വിധം ഒന്ന് നോക്കി. എന്താ തുമ്പി ഇത്? നല്ലൊരു വിശേഷം അറിയിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടിയാലോ? രവിശങ്കർ അല്പം അമർഷത്തോടെ തുമ്പിക്ക് നേരെ തിരിഞ്ഞു. ഇവൾ പറഞ്ഞത് കേട്ടില്ല അച്ഛാ. രണ്ട് കിട്ടേണ്ട കാര്യമില്ലേ ഇവൾ പറഞ്ഞത്? കുഞ്ഞ് എൻ്റെ അല്ലെന്ന്. കാശി പല്ല് കഴിച്ചുകൊണ്ട് രവിശങ്കറിൻ്റെ നേരെ ചോദ്യം മുതിർത്തു. അത് കേട്ട അയാൾ മറുപടി വേണമെന്ന രീതിയിൽ തുമ്പിയെ നോക്കി. ഞാൻ പറഞ്ഞു സത്യം തന്നെയാണ്. ബയോളജിക്കലി ഈ കുഞ്ഞ് എൻ്റെയും കാശിയേട്ടനെയുമാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അവകാശി ഈ നിൽക്കുന്ന ചൈത്യ ചേച്ചിയും ആഫിയേട്ടനുമാണ്. അവർക്ക് വേണ്ടിയാ ഞാൻ പിൽസ് ഉപയോഗിക്കാതെ പ്രഗ്നൻ്റ് ആയത്. തുമ്പി പറഞ്ഞു കേട്ടതും ചൈത്യവും അഫിയും ഉൾപ്പെടെ എല്ലാവരും തറഞ്ഞു നിന്നുപോയി. എന്താ മോളെ ഇത്? അഫി നിറയാൻ തുടങ്ങിയ കണ്ണുകൾ ശാസ്ത്രം നിർത്തിക്കൊണ്ട് തുമ്പിക്ക് നേരെ ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്കിപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയാകാനുള്ള പക്വതയില്ലെന്ന് പറഞ്ഞാണ് കാശിയേട്ടനിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാനല്ലല്ലോ ഈ കുഞ്ഞിൻ്റെ അമ്മ, അത് ചൈത്യ ചേച്ചിയാണ്. 10 മാസം വരെ ഞാൻ ചുവന്നുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് ചൈത്യ ചേച്ചിക്ക് കൊടുക്കും. പിന്നെ ചേച്ചിയല്ലേ കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ. ചേച്ചിക്ക് നല്ലോണം പക്വതയ്ക്കുള്ളതാണല്ലോ. തുഷാര, നീ നീ എന്താടാ പറയുന്നേ? ചുവന്ന് നിറയാൻ തുടങ്ങിയ കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് കാശി അവളുടെ തോളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. അഫിയിൽ പിടിമുറുക്കി നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന ചൈതന്യെ അവനെന്ന് നോക്കിക്കൊണ്ട് തുമ്പിക്ക് നേരെ തിരിഞ്ഞു. കാശിയേട്ടാ, സത്യത്തിൽ എനിക്കിപ്പോൾ ഒരു കുഞ്ഞു വേണമെന്നൊന്നുമില്ല. പക്ഷെ അത് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാൾ ചൈതന്യ ചേച്ചിയാണ്. അവർക്ക് വേണ്ടി അവരുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ എനിക്ക് സമ്മതമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ ഇരുന്നതായിരുന്നു ഞാൻ. പിന്നെ ചൈത്യ ചേച്ചി എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അത് എതിർത്താലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. തുമ്പി പറഞ്ഞു കേട്ടതും കാശി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അമർത്തി പുണർന്നു. ഒരു നിമിഷം അവൻ അവിടെ നിന്നും മാറാതെ അങ്ങനെ തന്നെ നിന്നു. ചൈത്തുവാണെങ്കിൽ തുമ്പി പറഞ്ഞ കാര്യം കേട്ടതിൻ്റെ സങ്കടത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഫിയുടെ നെഞ്ചിൽ ചാഞ്ഞുപോയി. അവൻ്റെയും കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തു. മാറുമാറ്, കുഞ്ഞിന് ശ്വാസം മുട്ടും. കുറച്ചു നേരം കാശിയുടെ ചൂടിൽ പതുങ്ങിയതിനു ശേഷം അവനെ തള്ളി നീക്കി അവൾ ഒരു കുറുമ്പോടെ പറഞ്ഞു കേട്ടതും കാശി അവൾ കണ്ണൊട്ടി കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തീരുമാനത്തിൽ എതിർപ്പൊന്നുമില്ലല്ലോ, ഉണ്ടോ അച്ഛേ? തുമ്പി ചുറ്റും നിൽക്കുന്നവരെ നോക്കി ചോദിച്ചുകൊണ്ട് രവിശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിലും നിനക്ക് കുഞ്ഞിനെ നോക്കാനുള്ള പക്വതൊന്നും ആയിട്ടില്ല. ചൈതുമോളാണെങ്കിൽ നിന്നേക്കാൾ നന്നായി നോക്കിക്കോളും. രവിശങ്കർ അഭിമാനത്തോടെ തൻ്റെ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ അയാളെ ഇന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ടതും ചിരിയോടെ അയാൾ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ചേച്ചി. രവിശങ്കറെ അടുത്തു നിന്ന് തുമ്പി ചൈതുവിൻ്റെ അരികിലേക്ക് ചെന്നതും അവൾ കരച്ചിലോടെ തുമ്പിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ എന്താ മോളെ നിന്നോട് പറയേണ്ടത്? എനിക്കറിയില്ല. ചൈതന്യ സങ്കടത്തോടെ തുമ്പിയുടെ കവിളിൽ തഴുകി. ഒന്നും പറയണ്ട. നിങ്ങളുടെ കുഞ്ഞിന് ആരോഗ്യം വേണമെങ്കിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കി തന്നോണം, അല്ലാതെ എന്നെ കുറ്റം പറയാനൊന്നും വന്നേക്കരുത്. തുമ്പി ചൈതന്യോട് കളിയോടെ പറഞ്ഞു കേട്ടും അവൾ വീണ്ടും കരഞ്ഞു. എൻ്റെ മോൾക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യം തരട്ടെ. നല്ല മനസ്സാ നിൻ്റെ. ഞങ്ങളുടെ കാശിയുടെ ഭാഗ്യം. അമ്മായി തുമ്പിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു കേട്ടും കാശി നനവ് പറ്റിയ തൻ്റെ കണ്ണ് അമർത്തിയെന്ന് തുടച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു. എന്നാൽ പിന്നെ എല്ലാവരും പോയി കിടന്നു. നാളെ ചേച്ചിയുടെ പിറന്നാൾ അനുബന്ധിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കണം. അപ്പം ടാറ്റ. ഇത്തിരി കേക്ക് കൂടെ എടുത്ത് കഴിച്ചു പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് വേഗത്തിൽ നടന്നു. തുമ്പി റൂമിലെത്തിയതും കാശി റൂം ലോക്ക് ചെയ്തുകൊണ്ട് അവളെ മുറുക്കെ പുണർന്നുകൊണ്ട് അങ്ങനെ നിന്നു. കാശിയേട്ടാ.
അവൻ്റെ കണ്ണുനീരിൻ്റെ നനവ് തൻ്റെ തോളിൽ അറിഞ്ഞതും തുമ്പി അല്പം ബലത്തോടെ തന്നെ അവനെ തൻ്റെ ശരീരത്തിൽ നിന്നും നീക്കി നിർത്തി. സന്തോഷം കൊണ്ടാടി, നീ താഴെ അങ്ങനെ പറഞ്ഞപ്പോൾ നിറഞ്ഞിൻ്റെ ചൈതുവിൻ്റെ കണ്ണും മനസ്സും ഓർത്ത. കാശി അവളെ നെറ്റിയിലും കവളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. നീ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതാണോ തുഷാര? അങ്ങനെ ഒരു അമ്മയ്ക്കും കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് നീ അവളെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ലാസ്റ്റ്? കാശി തുമ്പിയുടെ 2 കവളും പിടിച്ചു സംശയത്തോടെ എന്നാൽ അല്പം ആകുലതയോട് ചോദിച്ചു. ഇല്ല കാശിയേട്ടാ, ഇത് ചൈത്യ ചേച്ചിയുടെ കുഞ്ഞ് തന്നെയാ. അങ്ങനെ ഞാൻ കാണും. നമ്മുടെ ചോരയാണെങ്കിലും ഈ കുഞ്ഞ് ചൈത്യ ചേച്ചിയുടെ ആയിട്ട് വളരട്ടെ, നമുക്ക് നന്മയുണ്ടാകൂ. തുമ്പി നിറഞ്ഞ മനസ്സോടെ പറഞ്ഞ് കേട്ടതും കാശി അവളെ തന്നെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി. മീരയോടും മാധവിനോടും എനിക്കിപ്പോൾ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. പിന്നെ നിന്നെ എനിക്കായി തന്ന ദൈവത്തിനോടും. തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന തുമ്പിയുടെ നെറ്റിലെ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചുകൊണ്ട് കാശി പറഞ്ഞു കേട്ടതും അവളൊന്ന് ചിരിച്ചു. കാശിയേട്ടന് സന്തോഷമായോ? അവൻ്റെ നെഞ്ചിൽ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പതിയെ ചോദിച്ചവൾ. പിന്നെ സന്തോഷമാകാതിരിക്കുമോ? കേട്ടപ്പോഴൊന്ന് ഷോക്കായിപ്പോയി, എങ്കിലും എൻ്റെ മനസ്സ് നിറഞ്ഞു. അത്രയ്ക്കും വേദനിക്കുന്നുണ്ട് എൻ്റെ ചെയ്തു. കാശിയുടെ കണ്ണ് ചെറുതായിട്ട് ചുവന്നു വന്നു. വന്ന് കിടക്കാൻ നോക്ക് കാശിയേട്ടാ. എപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ? ഇനിയിപ്പോൾ കിടന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാം. അവനിൽ നിന്ന് മാറി തുമ്പി ഒരു കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് വീട്ടിലായിരുന്നു. അങ്ങനെ ആകട്ടെ, എങ്കിൽ മോള് നേരെ കിടന്നു, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവളുടെ കവിളൊന്ന് തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു കിടന്നും തുമ്പി തല കുലുക്കിക്കൊണ്ട് നേരെ കിടന്നു. കുറച്ച് കഴിഞ്ഞവൻ ഫ്രഷായിട്ട് വന്ന് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തുമ്പി ഉറക്കത്തിലേക്ക് വീണിട്ടും കാശിക്ക് അപ്പോഴും ഉറങ്ങാൻ പറ്റിയില്ല. തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന തുമ്പിയുടെ മുഖത്തേക്ക് അവൻ ആർദ്രമായി നോക്കിക്കിടന്നു. അധികം ആരും അങ്ങനെ ചെയ്യാത്ത കാര്യം എത്ര ലാഘവത്തോടെയാണ് അവൾ പറഞ്ഞത്. അതെൻ്റെ ചൈതുവിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ, എന്നോടുള്ള പ്രണയം കൊണ്ടല്ലേ. നിന്നെ ഞാൻ എങ്ങനെ തിരിച്ച് പ്രണയിച്ചാലാ ഈ കടങ്ങളൊക്കെ തീരുന്നത്? അവളെ തൊടുത്ത കവളിൽ പതിയെ തലയോടിക്കൊണ്ട് കാശി മെല്ലെ പറഞ്ഞു. പിന്നെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. മതി ചെയ്തു, ഇങ്ങനെ കിടന്ന് കരയല്ലേ നീ? തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ വേദനയോടെ അഫി നോക്കി. കരഞ്ഞ് കരഞ്ഞ് മുഖമെല്ലാം വല്ലാതെ വീർത്തിരിക്കുന്നുണ്ട്. എന്നാലും അഫിയേട്ടാ, തുമ്പി അവൾ പറഞ്ഞത് കേട്ടില്ലേ? കുഞ്ഞിനെ എനിക്ക് തരുമെന്ന്. എനിക്കത് കേട്ടതിന് ശേഷം എന്തോ പോലെ നെഞ്ചൊക്കെ വല്ലാതെ തുടിക്കുന്ന പോലെ. ചൈതു പറഞ്ഞു കേട്ടും അവളുടെ മുഖം പിടിച്ചുയർത്തിയ കണ്ണുകൾ അഫി തുടച്ചു കൊടുത്തു. തുമ്പി എന്ന് പറഞ്ഞതെല്ലാം അവളുടെ നല്ല മനസ്സ്, അങ്ങനെ അധികം ആർക്കും തോന്നാത്തോന്ന്. പക്ഷെ നമ്മളത് കേട്ട് ഒത്തിരി ആഗ്രഹിക്കരുത് മോളെ. അഫി പറഞ്ഞതും ചൈതു മനസ്സിലാക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ കുഞ്ഞല്ലേ, ഒരമ്മ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയൊരു കാര്യമല്ലേ? 10 മാസം ചുവന്ന വേദനയോടെ പ്രസവിക്കുന്ന കുഞ്ഞിനെ നമുക്ക് മാത്രമായി വിട്ടുതരാൻ ചിലപ്പോൾ അവൾ അപ്പോഴൊന്നും മടിക്കും. എല്ലാം കൂടി ഓർക്കണം ചെയ്തു. അഫി പറഞ്ഞു കേട്ടതും ചൈതു ചിരിയോടെ തല കുലുക്കി. തുമ്പി അങ്ങനെ പറഞ്ഞല്ലോ അഫിയേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെയല്ലേ കുഞ്ഞിൻ്റെ അമ്മ. അതെനിക്ക് എപ്പോഴും ഓർമ്മ കാണും. പിന്നെ ആ സമയം കുഞ്ഞിനെനിക്ക് തന്നില്ലെങ്കിലും എൻ്റെ അടുത്ത് കാണുമല്ലോ, കുഞ്ഞിനെ എടുക്കാലോ, എനിക്കത് മാത്രം മതി. ചൈതു നിറഞ്ഞ കണ്ണോടെ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ ചാരിയതും അഫി അവളെ വേദനയോടെ ചേർത്ത് പിടിച്ചു. ഇതിപ്പോൾ എന്താ വിശേഷമൊക്കെ? കാശി വന്ന് വിളിച്ചുകൊണ്ട് മാത്രം വന്നതാ ഞങ്ങൾ. വാസുദേവൻ മുന്നിൽ നീർന്ന വിഭവസമൃദ്ധമായി സദ്യ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അതുതന്നെയായിരുന്നു രാധയുടെ ഉള്ളിൽ. നീരജും പൂജയും മാധവും ഉണ്ട് കൂടെ. എല്ലാവരുടെയും കൂടെ തൻ്റെ വിശേഷം പറയണമെന്ന് തുമ്പി കൂടെ പറഞ്ഞിട്ടാണ് അവൻ അവരെ എല്ലാം വിളിച്ചത്. വാസുദേവൻ ചെറിയൊരു താങ്ങുണ്ടെങ്കിൽ നടന്നോളും. മാധവിന് ആരുടെയെങ്കിലും സഹായം വേണം. നീരജായിരുന്നു അവനെ പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നത്. അച്ഛൻ ഓർക്കുന്നില്ലായിരിക്കും, ഇന്ന് ചൈത്യ ചേച്ചിയുടെ പിറന്നാളാണ്. മുന്നിലെ ഇലയിൽ നിന്ന് പുളിയിഞ്ചി തോട്ടം നാവിൽ വെച്ചുകൊണ്ട് അവൾ വാസുദേവനെ നോക്കി അല്പം കടുപ്പത്തിൽ പറഞ്ഞു. അത് കേട്ടതും അയാൾ വിളറിയ മുഖത്തോടെ കാശിയെ നോക്കി. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല മോനെ. അയാൾക്ക് വല്ലാത്ത ജാളിത തോന്നി. രവിശങ്കർ കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ മുന്നിൽ ചെറുതായി എന്നൊരു തോന്നലിലാണ് വാസുദേവൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കിയത്. സാരമില്ല അച്ഛ, അച്ഛനില്ലെങ്കിലും ഞങ്ങൾ ഇന്നലെ രാത്രി കേക്കൊക്കെ മുറിച്ചു. തുമ്പി ചിരിയോടെ പറഞ്ഞു കേട്ടതും അയാൾ അല്പം ദേഷ്യത്തിൽ അവളെ നോക്കി. പിന്നെ ശങ്കർ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും തുമ്പിയെ പറഞ്ഞില്ല അയാൾ. അച്ഛൻ കഴിക്ക്. കാശി പറഞ്ഞതും തല കുലുക്കിക്കൊണ്ട് അയാൾ കഴിച്ചു തുടങ്ങി. കൂടെ ബാക്കിയുള്ളവരും. ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പി പതിയെ കാശിയെന്ന് തോണ്ടി. അവൻ പുരുക്കമുയർത്തി എന്തെന്നതുപോലെ ചോദിച്ചോളോട്. ഈ പുളിയിഞ്ചി ഞാൻ എടുക്കട്ടെ? കാശിയേട്ടന് അവിയൽ തരാം, എനിക്കിത് വേണ്ട. തുമ്പി അവൻ്റെ ഇരയിൽ കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ തൻ്റെ ഇല അവൾക്ക് അടുത്തേക്ക് കുറച്ചുകൂടെ നീക്കി വെച്ചു. വിടർന്ന കണ്ണോടെ അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. പൂജയും മാധവും അവരെ രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയാണ് ഇരുന്നത്. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് സെറ്റിയിലൊക്കെ ഇരിക്കുവാണ്.
മാധവിൻ്റെ നോട്ടം തുമ്പിയിൽ വീണതും കാശി അവനെ ദഹിപ്പിക്കും പോലെ നോക്കി. അത് കണ്ടൊന്നും പരങ്ങിക്കൊണ്ട് മാധവ് മുഖം മാറ്റി. ഒരു വിശേഷം കൂടെ ഉണ്ട് എല്ലാവരോടും പറയാൻ. അമ്മായി ഒരു ചിരിയോടെ പറഞ്ഞതും രാധ എന്തെന്നതുപോലെ അവരെ നോക്കി. തുമ്പിമോള് പ്രഗ്നൻ്റ് ആണ്, ഇന്നലെ അറിഞ്ഞത്. അമ്മായി പറഞ്ഞു കേട്ടതും പൂജയും രാധയും മാധവും ഞെട്ടലോടെ അവളെ നോക്കി. മാധവാണെങ്കിൽ ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മുഖം താഴ്ത്തിയിരിക്കുന്നുണ്ട്. അവന് വല്ലാതെ ദേഷ്യവും അമർഷവും തോന്നി. പക്ഷെ ഒന്നും ഇവിടെ പ്രകടിപ്പിക്കാൻ വയ്യ. രാധയുടെ നോട്ടം തൻ്റെ മകൾ പൂജയിലെത്തിയതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി. തുമ്പിയോട് വല്ലാത്ത ദേഷ്യവും. ഇവിടെ ഈ പെണ്ണിൻ്റെ കൂടെ നിന്നാ നിന്റെ വയറ്റിൽ കുരുത്ത് തലസി പോവുകയുള്ളൂ. എൻ്റെ മോളുകാരൻ തന്നെ നോക്കിക്കേ. ചൈത്തുവിനെ ചൂണ്ടി രാധ അമർഷത്തോടെ പറഞ്ഞു തീർന്നതും അവരുടെ ഇടത് കവിളിൽ ശക്തമായൊരു കൈ പതിഞ്ഞു. അതിൻ്റെ ഫലമായി അവരുടെ തല ഒരു വശം ചെയ്യുകയും കവിൾ മരവിച്ച് പോവുകയും ചെയ്തു. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രാധയ്ക്ക് നേരെ നീണ്ട കാശിയുടെയും തുമ്പിയുടെയും കൈകൾക്ക് മുന്നേ ചൈത്തുവോടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറി. അവളുടെ ആ ഭാവം ഞെട്ടലോടെയാണ് എല്ലാവരും നോക്കിയിരുന്നത്. ആദ്യത്തെ ഞെട്ടൽ മാറിയതും തുമ്പി ആഞ്ഞെന്ന് വിസിലടിച്ചുകൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. ചൈത്തു! വാസുദേവൻ അത്യധികം ദേഷ്യത്തോടെ ചൈത്തുവിനെ നോക്കിയൊന്നലറി. വിസിലടിച്ച തുമ്പി അയാളെ ദേഷ്യത്തോടെ നോക്കി നിന്നു. ഭാര്യ തലേത് സ്നേഹനിധിയായി ഭർത്താവിനൊട്ടും പിടിച്ചു കാണില്ല. അവൾ മനസ്സിലോർത്തു. നീ ഇപ്പം എന്താ കാണിച്ചേ? എൻ്റെ മുന്നിൽ വെച്ച് ഇത് ചെയ്യാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? വാസുദേവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ അവളോട് രൂക്ഷമായി ചോദിച്ചു. കണ്ടില്ലേ വാസുവേട്ടാ, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇവളെന്നെ അടിച്ചത് കണ്ടില്ലേ? പ്രസവിച്ചില്ലെങ്കിലും ഞാൻ ഇവളെ അമ്മയല്ലേ? ഇത്രയും കാലം എൻ്റെ മക്കളെ പോലെ നോക്കി വളർത്തിയതല്ലേ ഞാനിവരെ? ആ എന്നോടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് രാധ കണ്ണുനീരോടെ വാസുദേവനെ നോക്കി. അയാൾ അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അച്ഛൻ്റെ ഭാര്യ ഇവിടെ നിന്നും ഇത്രയും പറഞ്ഞിട്ടും അച്ഛനൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അപ്പം പിന്നെ എന്നെയും ചോദ്യം ചെയ്യാൻ വരണ്ട. ചൈതന്യ അർത്ഥം മുറിച്ച് പറഞ്ഞതും വാസുദേവൻ്റെ മുഖം വിളറി വെളുത്തു. അയാൾ അതിശയത്തോടെ ചൈതന്യയെ നോക്കി. ഇന്നുവരെ എതിർത്തൊരു വാക്ക് സംസാരിക്കാത്തവളാണ്. ഇപ്പം ഏതാ അതും സംഭവിച്ചു. നീ ആരോടാ ഇതൊക്കെ പറയുന്നതെന്ന് അറിയാമോ? തൻ്റെ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ വാസുദേവൻ അവളെ രൂക്ഷമായി നോക്കി. എനിക്കെല്ലാം അറിയാം അച്ഛാ. അച്ഛനോടുള്ള ഇഷ്ടക്കൂടുതൽ കാണും ഞാനും ഏട്ടനും ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചു. ഇത്രയും ദിവസം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. എത്ര ഒഴിഞ്ഞു മാറിയാലും വീണ്ടും വീണ്ടും തലയ്ക്ക് തന്നെ കൊട്ടാൻ അച്ഛൻ്റെ ഭാര്യ റെഡിയായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ? ചൈതന്യ ദേഷ്യത്തോടെ രാധയെ നോക്കി. അവൾ തന്നെ ഇനിയും അടിക്കുമോ എന്ന് പേടിച്ച് രാധ വാസുദേവൻ്റെ പിന്നിൽ ഒതുങ്ങി നിന്നു. എങ്കിലും അവർക്ക് ചൈതന്യോട് കടുത്ത ദേഷ്യം തോന്നി. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും നീ എന്താ കാശൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചൈതന്യെ നോക്കി നിൽക്കുന്ന കാശിയോട് വാസുദേവൻ അമർഷത്തിൽ ചോദിച്ചു. അവൾ കൊടുത്ത മറുപടിയേക്കാൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അച്ഛാ. കാശിയുടെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും അയാൾ ചുറ്റും നിൽക്കുന്നവരെയെല്ലാം നോക്കി. എല്ലാവരുടെയും മുന്നിൽ താൻ ചെറുതായി എന്നതുപോലെ അയാൾക്ക് തോന്നി. നിങ്ങൾ രണ്ട് മക്കളും കൂടി അച്ഛനെ തോൽപ്പിക്കാൻ നിൽക്കുവാണോ? അവരുടെ പ്രവർത്തി കണ്ട് സങ്കടം വന്നാൽ വാസുദേവൻ അത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു. അതിന് മറുപടിയായി ആരുമൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളതാണ്. രാധേ വാ. വാസുദേവൻ രാധയെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ചൈതന്യ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പുറകെ തന്നെ രാധയും പൂജയും ഇറങ്ങി. പോട്ടെ മോളെ, സന്തോഷമായിട്ടിരിക്കണം. എല്ലാം കണ്ടെന്ന് നീരജ് തുമ്പിയുടെ അരികിൽ വന്ന് അവളെ കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. അതിന് തുമ്പി മനോഹരമായി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അളിയും വരുന്നില്ലേ? അപ്പോഴും മുന്നിൽ നടന്ന കാര്യം കണ്ട് ഞെട്ടി നിൽക്കുന്ന മാധവിനെ നീരജ് തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് യാന്ത്രികമായി അവൻ തല കുലുക്കിയതും നീരജ് അവനെയും പിടിച്ചു കൂട്ടി പുറത്തേക്ക് നടന്നു. അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനൊരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. ചൈതന്യ അമർഷത്തോടെ സെറ്റിയിലിരുന്നു. ഇനിയിപ്പോൾ വേറെ ആരുമൊന്നും പറയണ്ടല്ലോ, അതിനുള്ളതെല്ലാം മോള് കൊടുത്തല്ലോ. രവിശങ്കർ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതാ ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവളുടെ നാവ് വീണ്ടും ഇത് തന്നെ ഏറ്റുപാടും. ചൈതന്യ വിളറിയ മുഖത്തോടെ പറഞ്ഞു. ചേച്ചി ചെയ്തിൽ ഒരു തെറ്റുമില്ല. അവർക്കത് ആവശ്യമായിരുന്നു. ഇതിൽ പ്രായ വ്യത്യാസമൊന്നും നോക്കേണ്ട കാര്യമില്ല. തുമ്പി വന്നവളെ സമാധാനിപ്പിച്ചതും ചൈതന്യം നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ കവിളൊന്ന് തലോടി. എങ്കിലും വാസു ചേട്ടനോട് കുറച്ചുകൂടി പറയണമായിരുന്നു. എനിക്കെന്നെ നാവ് വല്ലാതെ ചൊറിഞ്ഞു വന്നതാ. മക്കളെ നോക്കുന്ന പേരും പറഞ്ഞ് കല്യാണവും കഴിച്ചിട്ട് അവർക്ക് സമാധാനവും സ്നേഹവും കൊടുത്തിട്ടുണ്ടോ ആ രാധ? അതിനൊത്ത് രണ്ട് മക്കളും. അമ്മായി ദേഷ്യത്തോടെ പറഞ്ഞു. ഇതിപ്പോൾ ഈ സന്തോഷം അവരെല്ലാം അറിയിക്കണമെന്ന് കരുതിയാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്. അതെന്തായാലും നന്നായി. ചേച്ചിക്ക് അല്പം ധൈര്യം വെച്ചല്ലോ. തുമ്പി കുസൃതിയോടെ പറഞ്ഞു കേട്ടതും ചൈതന്യ അവളെ പുഞ്ചിരിയോടെ നോക്കി. എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാൻ അറിയാമായിരുന്നോ? എന്നിട്ടാണ് ഇത്രയും നാൾ അവരുടെ ആട്ടും തുപ്പും കേട്ട് നിന്നത് അല്ലേ? എന്നാലും ഇന്ന് പൊളിച്ചു. ഞാൻ പലപ്പോഴും അവർക്കിട്ടൊന്ന് കൊടുക്കണമെന്ന് കരുതിയിട്ടുണ്ട്.
ആഫി ഒരു ചിരിയോടെ ചൈതന്യം ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടതും അവൾ അവനെ പരിഭവത്തോടെ നോക്കി. അയ്യോ. തുമ്പി വയറിൽ കൈവച്ച് വിളിച്ചു കേട്ടതും എല്ലാവരും പേടിയോടെ അവളെ നോക്കി. എന്താ എന്താ തുഷാര? കാശി അവളെ വെപ്രാളത്തോടെ നോക്കി. കുഞ്ഞു ചാവട്ടിയെന്ന് തോന്നുന്നു. തുമ്പി വിടർന്ന കണ്ണോടെ പറഞ്ഞു കേട്ടതും കൂടെ നിൽക്കുന്ന എല്ലാവരും കണ്ണു മിഴിച്ചു. എൻ്റെ കുഞ്ഞെ, അതിന് 4-5 മാസമൊക്കെ കഴിയണം. ഇതിപ്പോൾ കൂടിപ്പോയാൽ 1.5 മാസമൊക്കെ അല്ലേ ആകൂ? അമ്മായി അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി ആണോ എന്നതുപോലെ കൗതുകത്തോടെ അവരെ നോക്കി. ഞാൻ വിചാരിച്ചു ചവിട്ടിയതാണെന്ന്. തുമ്പി എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു കേട്ടതും ചൈത്തു അവളുടെ വയറിലൊന്നും തലോടിക്കൊണ്ട് തുമ്പിയോട് ചേർന്ന് നിന്നും. ഡോക്ടറിനെ പോയി കണ്ടില്ലല്ലോ കാശി. എന്തായാലും മോളെ കൊണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. രവിശങ്കർ തുമ്പിയുടെ തലയിൽ മേലെ തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും കാശി സമ്മതിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു. അച്ഛനെന്നാ പോട്ടെ മോളെ, എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. രവിശങ്കർ പോകാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞതും അവൾ തല കുലുക്കി കാണിച്ചു. അയാളെ യാത്രയാക്കാൻ എല്ലാവരും പുറത്തേക്കിറങ്ങി നിന്നപ്പോൾ കണ്ടു. അപ്പുറത്തെ വീട്ടുമുറ്റത്ത് വാസുദേവൻ്റെ നെഞ്ചിൽ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്ന രാധയെ ആശ്വസിപ്പിക്കുന്നത്. അത് കണ്ട് രവിശങ്കർ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ കാറിലേക്ക് കയറി. ആ തള്ളയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ അച്ഛനുണ്ടല്ലോ. അവരെ നോക്കി പറഞ്ഞുകൊണ്ട് തുമ്പി പതിയെ അകത്തേക്ക് നടന്നു. അത് നോക്കി കാശിയും ചൈതവും.